ഒബ്സഷൻ കണ്ടു. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ പടം കാണാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. കോട്ടയത്തൊന്നും ഇല്ല പതിവ് പോലെ. സോ എറണാകുളത്ത് പോകണം. പക്ഷെ വീക്കെൻഡിൽ എറണാകുളത്തെ എല്ലാ ഷോയും ഫുൾ ആയിരുന്നു. അതും ഞാനൊരു സ്ക്രീൻ ഉദ്ദേശിച്ചായിരുന്നു, അവിടെയല്ല. ഫൈനലി ഇന്നാണ് പടം കാണാൻ പറ്റിയത്. കറി ബേക്കർ സംവിധാനം ചെയ്ത പടമാണ്. മൈക്കൽ ജോൺസ്റ്റൺ, ഇൻഡി നവററ്റ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഇംഗ്ലീഷ് സൂപ്പർ നാച്ചുറൽ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സിനിമയെ കുറിച്ച്. ഒരു പ്രണയം, അതിലേക്ക് ഒരു ചെറിയ സൂപ്പർ നാച്ചുറൽ എലമെന്റ് കൂടി വരുമ്പോൾ അത് കൂടുതൽ സങ്കീർണമാകുന്ന കഥയാണ് ഒബ്സഷൻ എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല കിടിലം പടമാണ്. ഈ വർഷം ഇതുവരെ കണ്ട ഹൊറർ പടങ്ങളിൽ മികച്ചത് എന്ന് തന്നെ പറയാൻ പറ്റും. ഇച്ചിരി എഴുത്തിന്റെ അസ്കിതയൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു പടത്തിന്റെ വൺ ലൈൻ ഒക്കെ കേൾക്കുമ്പോൾ എനിക്കെന്താ ഇങ്ങനെ ഒരു ഐഡിയ തോന്നാഞ്ഞ, അല്ലെങ്കിൽ ഏകദേശം ഇതിനടുത്തുള്ള ഒരു ഐഡിയ എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന ഒരു പ്ലോട്ടാണ് ഈ പടത്തിനുള്ളത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം എനിക്ക് ചെറിയൊരു എഴുത്തിന്റെ അസ്കിത ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല, പണ്ട് കേട്ടോ. സോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ് ഈ പടത്തിൻ്റെത്. സാധാരണ ഹൊറർ പടങ്ങളിലെ ജംസ്കെയർ ഐറ്റംസിനെക്കാളും ഒരു സൈക്കോളജിക്കൽ ടെൻഷൻ തരുന്ന ഒരു കഥയാണെന്ന് പറയാം. ആ ഒരു വെറൈറ്റിയും ഫ്രഷ്നെസ്സും ഈ പടത്തിൽ ഫുള്ള് നമുക്ക് കാണാനുമുണ്ട്. സോ ഒരു പക്ക മോഡേൺ ഹൊറർ ആണ് ഈ പടം എന്ന് പറയാം. പടമാണെങ്കിൽ എങ്ങും ബോറടിപ്പിക്കാത്ത എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു ഹൊറർ സിനിമ കൂടിയാണ്. കുറേയധികം ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ട്. അങ്ങനെ ജംസ്കെയർ സീനുകൾ തീരെ ഇല്ലാതെയും ഇല്ല കേട്ടോ. ഈ കഥ വേണമെങ്കിൽ മലയാളത്തിലോ തമിഴിലോ ഹിന്ദിയിലോ അങ്ങനെ ഏതെങ്കിലും ഇന്ത്യൻ ഭാഷയിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ബേസിക് പ്ലോട്ടിന്റെ പ്രത്യേകത. എന്ന് മാത്രമല്ല, യങ് ഓഡിയൻസിന് നന്നായിട്ട് ഇഷ്ടപ്പെടും. അവരുടെ ഡേറ്റിംഗ് ലൈഫ്, ഏകാന്തത, റിലേഷൻഷിപ്പിലെ ടോക്സിസിറ്റി, ഓവർ പൊസസീവ്നെസ് ഉൾപ്പെടെ പ്രണയത്തിലെ ഭീകരതകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഇമോഷണൽ ടെൻഷൻ ഈ പടത്തിനുണ്ട്. അത് ഭയങ്കര രസമാണ്. സോ നല്ല സ്ക്രിപ്റ്റ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ട് ഉണ്ട്. കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ, അത് മുഖഭാവങ്ങളൊക്കെ കൊണ്ട് ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു സ്റ്റൈല്. സോ നല്ല മേക്കിംഗ് ആണ്. നല്ല കിടിലൻ ടെക്നിക്കൽ ക്വാളിറ്റിയും പടത്തിനുണ്ട്. ഇതൊരു ലോ ബഡ്ജറ്റ് പടമാണെന്ന് തോന്നുന്നു പോലും ഇല്ല. അതുപോലെ തന്നെ അഭിനയിച്ചവരുടെ എല്ലാം പൊളി പെർഫോമൻസും ഉണ്ട്. ഇതിൽ നായകൻ ബേരൻ ബിയർ ആയിട്ട് വന്ന മൈക്കിൾ ജോൺസ്റ്റൺ, അതുപോലെ നായകൻ നിക്കി എന്ന കഥാപാത്രമായിട്ട് വന്ന ഇൻഡി നവററ്റ്, രണ്ടുപേരും കിടിലൻ പെർഫോമൻസ് ആണ്. ഒരു നിഷ്കളങ്ക മുഖമുള്ള ഒരു പാവത്താൻ ലുക്കുള്ള ഒരു നായകനാണ് ഇതിന് വേണ്ടത്. അതിന് പെർഫെക്റ്റ് കാസ്റ്റ് ആയിരുന്നു മൈക്കൽ. നമുക്ക് ആ കഥാപാത്രത്തിന്റെ എല്ലാ ഫീലും എല്ലാ ഇമോഷൻസും നമുക്കും കൂടി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലത്തെ സെറ്റിൽ ആയിട്ടുള്ള മികച്ച പെർഫോമൻസ് ആണ് പുള്ളിയുടേത്. അതുപോലെ തന്നെ ഈ വർഷം മിക്കവാറും ഞെട്ടിക്കുന്ന പെർഫോമൻസുകളിൽ ഒന്ന് തന്നെയായിരിക്കും നിക്കി എന്ന നായികാവേഷം ചെയ്ത ഇന്ത്യയുടേത്. നിമിഷ നേരം കൊണ്ട് മിന്നി മാറുന്ന ഇമോഷൻസ്, അത് മുഖത്തെ ഭാവമാറ്റങ്ങളൊക്കെ കൊണ്ട് അന്യായമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചിരിയൊക്കെ മിക്കവാറും അടുത്ത ഓസ്കാറിൽ ഇവർ രണ്ടുപേരിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും അവാർഡ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നായിക ഇന്ത്യക്ക്. വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, അവരുടെ രണ്ട് കൂട്ടുകാരൊക്കെയാണുള്ളത്. ആ റോളിൽ വന്ന ആക്ടേഴ്സും നല്ല പെർഫോമൻസ് ആയിരുന്നു. ടെക്നിക്കൽ സൈഡിൽ നല്ല കിടിലൻ ക്യാമറയുണ്ട്. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടോൺ ആണ് ഇതിന്. എനിക്കത് അതിന്റെ ഒരു കളർ ടോൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു മൊത്തത്തിലൊരു ഡാർക്ക് ടോൺ ആണ്. ലൈറ്റിംഗ് ഒക്കെ ആണെങ്കിലും ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കൂടുതലും രാത്രികാല ദൃശ്യങ്ങളാണ് പടത്തിലുള്ളത്. പക്ഷെ സെപ്പറേറ്റ് ആയിട്ടൊരു എക്സ്ട്രാ ലൈറ്റ് യൂസ് ചെയ്തായിട്ടൊന്നും എവിടെയും തോന്നുന്നില്ല. എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ ഒക്കെ കൊള്ളാം. സോ ടെക്നിക്കലി പടം ടോപ്പ് നോച്ച് ആണ്. ഈ പടത്തിന് വേറൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഇന്ത്യൻ റുപ്പി 8 കോടി അടുത്ത് മാത്രം ചെലവുള്ള ഒരു സിനിമയാണ്. ഇപ്പൊ തന്നെ 1000 കോടിയോളം ഇത് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് റേഷ്യോ ലഭിച്ച സിനിമകളുടെ ലിസ്റ്റിൽ ഇപ്പോൾ ഇടം പിടിച്ചിട്ടുണ്ട് ഒബ്സഷൻ. അത് വലിയൊരു കാര്യമാണ്. ഇതിന്റെ സംവിധായകൻ കറി ബേക്കർ ഒരു യൂട്യൂബർ കൂടിയായിരുന്നു. ദാറ്റ്സ് എ ബാഡ് ഐഡിയ എന്നൊരു യൂട്യൂബ് ചാനൽ പുള്ളിയും സുഹൃത്തും കൂടി തുടങ്ങിയതാണ്. ഫിലിം സ്കൂളിന് പുറത്തൊരു ഫിലിം സ്കൂൾ എന്നാണ് ആ ചാനലിനെ അവരെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ഒരു ന്യൂജൻ ഹൊറർ പടങ്ങൾക്ക് ഒരു ബെഞ്ച് മാർക്ക് പോലെയാണ് പുള്ളി ഈ പടം ഡയറക്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. യൂട്യൂബേഴ്സിൽ നിന്നും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹൊറർ മൂവി ഡയറക്ടർ. പൊളി. ഇതിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ അത് പടത്തിൻ്റെതല്ല, നമ്മുടെ സെൻസർ ബോർഡ്, ഇന്ത്യൻ സെൻസർ ബോർഡിന്റെ പ്രശ്നമാണ്. പടത്തിൽ അനാവശ്യമായിട്ട് അവർ കയറി കത്തി വെച്ചിട്ട് വയലൻസ്, ചെറിയ ന്യൂഡിറ്റി ഒക്കെ എടുത്ത് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും ഒരു സെക്കൻഡ് പോലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പടത്തിന്റെ പൂർണ്ണതയ്ക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവും പറയാം. സോ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയ പടത്തിന് ഇമാതിരി പിന്നെയും കയറി കത്രിയപ്പണി കാണിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. സെൻസർ ബോർഡ് സിനിമകളിലെക്കാട്ടിലും വലിയ സൈക്കോകളാണ് അവിടെ ഇരിക്കുന്നത്. സോ മൊത്തത്തിൽ ഒരു കിടിലൻ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ പടമാണ് ഒബ്സഷൻ. ഇതിന്റെ പ്രമേയം, ഇതിന്റെ ടെക്നിക്കൽ ക്വാളിറ്റി, മേക്കിംഗ്, പെർഫോമൻസ് ഇതെല്ലാം കൊണ്ടൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവുകയില്ല. സോ നല്ല സൗണ്ട് ആൻഡ് പിക്ചർ ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ പടം നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ ലക്കായിരിക്കും. ഞാൻ ഈ പടം കാണാൻ വേണ്ടി മാത്രം രാവിലെ 5:50 എണീറ്റ് കോട്ടയത്ത് നിന്നും കൊച്ചി ഫോറം മാളിൽ പോയിട്ട് PXL സ്ക്രീനിലാണ് കണ്ടത്. രാവിലെ 9:30. ആ സ്ക്രീനിൽ തന്നെ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം ഈ പടം 1:5:1
ആസ്പെക്ട് റേഷ്യോയിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. സോ PVR തന്നെ സാധാരണ സ്ക്രീനിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ രണ്ട് സൈഡിലും വലിയ ബ്ലാക്ക് ബാർസ് വരും. PXL-ലാണ് നിലവിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് എന്നോട് FRK വ്ളോഗ്സ് നിഖിൽ ബ്രോ പറഞ്ഞത്. അതിലാണെങ്കിൽ പോലും ചെറിയ ഒരു ബ്ലാക്ക് ബാർസ് രണ്ട് സൈഡിലും ചെറുതായിട്ട് വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ PXL-ൽ തന്നെ ഷോ ഉള്ള ടൈം നോക്കിയാണ് ഞാൻ രാവിലെ 9:30 പോയത്. അത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ താങ്ക്സ് ടു നിഖിൽ ബ്രോ. ആകെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഇതിന് സബ് ടൈറ്റിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ചില ഡയലോഗ്സ് ഒക്കെ അതുകൊണ്ട് എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. അത് ഒരു വിഷമമായി. സോ OTT വരുമ്പോൾ വിത്ത് സബ് ടൈറ്റിൽ ഇത് ഒന്നുകൂടെ കാണണം എന്നാണ് വിചാരിക്കുന്നത്. സോ പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാം. പക്ഷേ ഇതുപോലെ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ഇവിടെയൊന്നും പടം ഓടുന്നില്ല. തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് അവിടെയൊക്കെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. 1 മണിക്കൂർ 50 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ് അത് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.